മാറ്റും എന്നുള്ളത് സംശയമില്ലാതെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ചാണ്ടി വിജയിച്ചു വരിക മാത്രമല്ല, ഒരു വലിയ വ്യത്യാസം ഇപ്രാവശ്യമാണ്. നിങ്ങൾ കേരള നിയമസഭ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിയമസഭയിൽ സ്പീക്കർ ഇരിക്കുന്ന ഇവിടെയാണെങ്കിൽ ചാണ്ടി ഇവിടെ ഇരുന്നിരിക്കുന്നത് സ്പീക്കറുടെ ഇടതുഭാഗത്താണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇരിക്കാൻ പോകുന്നത് സ്പീക്കറുടെ വലതുഭാഗം. അതെ, കേരളം തീരുമാനിച്ചുറപ്പിച്ച കാര്യം. ഞാൻ ഇപ്പോൾ 4ാമത്തെ കൺവെൻഷനിലാണ് പങ്കെടുക്കുന്നത്. കേരളം ആകമാനം UDF അനുകൂലമായിട്ടുള്ള തരംഗത്തിന്റെ ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് മനസ്സിലായി. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ നേരത്തെ മാർച്ച് മാസം ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചതായിരുന്നു. 2-ാം തീയതിയോ 3-ാം തീയതിയൊക്കെ പതിനെട്ടായിരുന്നു. എല്ലാവരും കാണുന്നപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിസിറ്റ് തന്നെ കേരളത്തിലേക്ക് 7-ാം 8-ാം തീയതി വെച്ചു. അപ്പൊ എല്ലാവരും ഈ വിഷു കഴിഞ്ഞിട്ടായിരുന്നു ഇലക്ഷൻ. വളരെ പെട്ടെന്നാണ് കൊടുങ്ങനെയാണ് 15-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. 16-ാം തീയതി നോമിനേഷൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ നോട്ടിഫിക്കേഷനെ പറ്റി നോമിനേഷൻ ആരംഭിച്ച ചരിത്രമുണ്ട്. 16-ാം തീയതി നോമിനേഷൻ, 23-ാം തീയതി കൊടുക്കാം, 26-ാം തീയതി പിൻവലിക്കുകയും 7-ാം തീയതി പ്രചരണം അവസാനിപ്പിക്കുന്നു. ഫലത്തിൽ സ്ഥാനാർത്ഥി പിൻവലിച്ചു കഴിഞ്ഞാൽ 10 ദിവസം 15 ദിവസം. അതിനിടയിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, ഈസ്റ്ററുണ്ട്. ഹോളി വീക്സിന്റെ ഭാഗമായിട്ടുള്ള തിരക്ക് എല്ലായിടത്തും. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പെരുന്നാൾ കഴിഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നതിന്റെ കുറ്റൻസ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയം കുറച്ചതിന്റെ അതിന്റെ ഡിസൈൻ എന്താണ് ആലോചിച്ചിട്ട് പിടിക്കുന്നില്ല. ഡിസൈൻ ആലോചിച്ചത് അവർ മാത്രമല്ല, ഭരിക്കുന്നവർക്കുണ്ടാവുന്ന